ബ്രിട്ടനിലെ ഫലസ്തീൻ അനുകൂല പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന വിധിയാണ് UK ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്കും ഫലസ്തീൻ ഐക്യദാർഢ്യ സമിതികൾക്കും വലിയ ആവേശം നൽകുന്നതാണ് ഈ വിധി. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഭീകരവിരുദ്ധ നിയമങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കിയ ഋഷി സുനക് സർക്കാരിന്റെയും തുടർന്ന് വന്ന ഭരണകൂടത്തിന്റെയും നയങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് ഈ വിധി. ഫലസ്തീൻ ജനത പതിറ്റാണ്ടുകളായി നേരിടുന്ന വംശഹത്യയ്ക്കും ക്രൂരതകൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ആയുധ വിപണിയെ ലക്ഷ്യം വെച്ചാണ് ഫലസ്തീൻ ആക്ഷൻ രൂപീകൃതമായത്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായ എൽബിറ്റ് സിസ്റ്റംസ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ബ്രിട്ടന്റെ മണ്ണിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ സർക്കാർ സൗകര്യമൊരുക്കുമ്പോൾ അതിനെ നേരിട്ട് പ്രതിരോധിക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ രീതി. വെറും പ്രസംഗങ്ങൾക്കോ പ്ലക്കാർഡ് പ്രതിഷേധങ്ങൾക്കോ അപ്പുറം ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ടും ഉപരോധം ഏർപ്പെടുത്തിയും അവർ നടത്തിയ ഡയറക്റ്റ് ആക്ഷൻ ഭരണകൂടത്തെ വിറളി പിടിപ്പിച്ചിരുന്നു. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്കും സാധാരണക്കാർക്കും മേൽ പതിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും നിർമ്മിക്കുന്ന ഇടങ്ങളിൽ പ്രതിഷേധത്തിന്റെ ചുവന്ന പെയിന്റ് ഒഴിച്ച് അത് നിരപരാധികളുടെ രക്തമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാൻ അവർക്കായി. എന്നാൽ ഈ ജനകീയ പ്രതിഷേധത്തെ നേരിടാൻ ബ്രിട്ടീഷ് സർക്കാർ തെരഞ്ഞെടുത്തത് ഏറ്റവും കഠിനമായ ഭീകരവിരുദ്ധ നിയമമായിരുന്നു. ഐസിസ് പോലുള്ള ഭീകര സംഘടനകളുടെ പട്ടികയിലേക്ക് ഫലസ്തീൻ ആക്ഷനെ ഉൾപ്പെടുത്തിയതിലൂടെ ആർക്കും ഈ സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കാനോ ഫണ്ട് നൽകാനോ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. പ്രതിഷേധത്തിന്റെ വേരറുക്കുക എന്നതായിരുന്നു ഇതിനു പിന്നിലെ ഗൂഢലക്ഷ്യം. എന്നാൽ സർക്കാരിന്റെ ഈ വാദങ്ങളെ ഹൈക്കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണിപ്പോൾ. പ്രതിഷേധങ്ങൾക്കിടയിൽ നിയമപരമായ ലംഘനങ്ങൾ നടന്നേക്കാം എന്നതുകൊണ്ട് മാത്രം ഒരു സംഘടനയെ ഭീകരവാദികളായി മുദ്രകുത്താൻ കഴിയില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം.